എല്ലാവർക്കും ഫാമിംഗ് കൾച്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വെർജിൻ കോക്കനട്ട് ഓയിൽ അത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യപടിയായിട്ട് അതിൻ്റെ റോ മെറ്റീരിയൽ തേങ്ങയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് ഉദയേട്ടൻ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ തേങ്ങയാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. നമുക്ക് തേങ്ങ പൊതിക്കലിൽ നിന്ന് തന്നെ പരിപാടി തുടങ്ങാം അല്ലേ. തേങ്ങ പൊതിക്കൽ കഴിഞ്ഞു. ഇനി ഇതിന്റെ നാരൊക്കെ പറിച്ച് കളയുക. അപ്പോൾ എൻ്റെ വക 10 തേങ്ങ വെച്ചിട്ടല്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് 10 തേങ്ങ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഞാൻ പൊതിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാക്കിയെല്ലാം പൊതിച്ച ശേഷം വീഡിയോയിലേക്ക് കിടക്കാം. കേരളം എന്ന പേര് വന്നത് തന്നെ കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ നാടായതുകൊണ്ടാണ് കേരളം എന്ന പേര് വന്നത് എന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നിടത്തോളം കാലം അത് സത്യവുമാണ്. ഏറ്റവും കൂടുതൽ തെങ്ങ് ഇന്നിപ്പോൾ തമിഴ്നാടൊക്കെയാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിലും കേരളത്തിന് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട് തെങ്ങ് കൃഷിയിൽ. അപ്പോൾ കേരളത്തിൽ നെല്ല് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതും ഏറ്റവും കൂടുതൽ വളർന്നു വരേണ്ടതും തെങ്ങ് കൃഷിയാണ്. തെങ്ങിൻ്റെ ഒരു പാർട്ട് പോലും വേസ്റ്റ് അല്ല. എല്ലാ പാർട്ടും ഔഷധ ഗുണങ്ങളും നമ്മൾ ഉപയോഗിക്കാവുന്നതുമാണ്. അതിൻ്റെ അത് തെങ്ങിൽ നിന്ന് അല്ലെങ്കിൽ തേങ്ങയിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഡിക്കൽ വാല്യൂ ഉള്ള ഏറ്റവും കൂടുതൽ മെഡിക്കൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ പറയുന്ന ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. പലർക്കും ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അറിയില്ല. പാലക്കാടൻ ഭാഗങ്ങളിലൊക്കെ ഇത് തേങ്ങ വെന്തെണ്ണ എന്നാണ് പറയാറുള്ളത് സാധാരണ. ഇനി പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഇപ്പോൾ ന്യൂ ജനറേഷനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ പേരാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് 2 വിധത്തിൽ ഉണ്ടാക്കാം. ഒന്ന്, തനി നാടൻ രീതി. നമ്മൾ തേങ്ങ പൊതിച്ച് മുറിച്ച് ചിരവിയെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വീട്ടിലെ ഉരുളിയിലിട്ട് സാധനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി. ഇനി ഒന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത്, ബൾക്ക് പ്രൊഡക്ഷനാണ്. അത് ഒരു യൂണിറ്റാണ്, അത് വേറൊരു സെഷനാണ്. നമ്മളിപ്പോൾ നാടൻ രീതിയിൽ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം, ആദ്യമായിട്ട് നമ്മൾക്കിത് എടുക്കേണ്ടത് നല്ല മൂത്ത തേങ്ങയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്ത തേങ്ങ ആണ് പറയുക. നല്ല പഴുത്ത് വരിപ്പഴുക്കുക എന്ന് പറയും നമ്മുടെ ഈ നാട്ടിൻ പുറങ്ങളിൽ. വരിപ്പഴുത്ത തേങ്ങയാണ് ഇതിനെടുക്കേണ്ടത്. എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ കുലുങ്ങണം. ഉള്ളിൽ നിറച്ച് വെള്ളം ഉണ്ടായിരിക്കണം. നമ്മളിങ്ങനെ കുലുക്കി നോക്കിക്കഴിഞ്ഞാൽ തേങ്ങ മൂപ്പത്തി അറിയാൻ കഴിയും. ഇങ്ങനെ തട്ടി നോക്കിക്കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഒരു ശ്രുതി ചേർക്കുന്ന മാതിരിയുള്ളൊരു സൗണ്ട് ഇതിനകത്തുനിന്ന് വരും. അങ്ങനെയുള്ള സൗണ്ടുള്ള തേങ്ങയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ വഴിപ്പഴുത്ത തേങ്ങ നമ്മൾ എടുത്തു വെച്ച ശേഷം ലേശം ഉണങ്ങിയാലും കുഴപ്പമില്ല. ഈ രീതിയിലൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിനകത്ത് നല്ല ഇതുണ്ട്. ഇത് നമ്മൾ ആദ്യം പൊതിച്ചെടുക്കണം. നമ്മളത് ഒരു ചെറിയ അളവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 10 തേങ്ങയിൽ നിന്നാണ് നമ്മളത് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ഇത് നാടൻ രീതി. ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ ഓരോന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോഴും നമ്മൾ പറയാം. ആദ്യം നമ്മളൊരു 10 തേങ്ങ പൊതിച്ചെടുക്കാൻ പോവുകയാണ്. ഈ തേങ്ങ പൊതിച്ചെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നാരുകളൊന്നും അതിൽ എടുത്തു കളയുക. ഇത് എടുത്തു കളയുമ്പോൾ എന്താണെന്നറിയാം, നമുക്ക് ചിരവുന്ന സമയത്ത് ഇതൊന്നും അതിൽ വീഴില്ല. ഇതിനൊക്കെ വൃത്തിയായിട്ട് തേങ്ങൻ്റെ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യുക. മേലെല്ലാം എടുത്ത് ഇങ്ങനെ ഒരു 10 തേങ്ങ നമ്മൾ ആദ്യം എടുക്കുക. തേങ്ങയുടെ ഒരു പാർട്ടും വേസ്റ്റ് അല്ല. നമ്മളിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ചിരട്ടയിൽ നിന്നാണ് പ്യൂരിഫൈഡ് ചാർക്കോൾ എന്ന് പറയുന്നൊരു സാധനം. ഗ്രാമിന് 10 ഗ്രാമിനൊക്കെ 100 രൂപ 200 രൂപയായിട്ട് വിൽക്കാൻ പോകുന്ന ചിരട്ടക്കരി എന്ന് പറയുന്ന സാധനം. അതൊന്ന് ഇത് ചെയ്തെടുക്കണം, സ്ഫുടം ചെയ്തെടുക്കണം എന്ന് മാത്രം.
പല്ലിലെ മോണകൾക്കുള്ള പിന്നെ രോഗങ്ങൾക്കോ പല്ല് വേദനയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ആ സ്ഫുടം ചെയ്തെടുത്ത ചിരട്ടക്കരി. പണ്ട് കാലങ്ങളിൽ ഈ പല്ല് തേക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതും ചിരട്ടക്കരിയും ഉമിക്കരിയൊക്കെയാണ്. നമ്മൾ അതിൻ്റെ സെക്ഷൻ വേറെ പോവാം. എന്തായാലും നമ്മളിപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് തേങ്ങ പൊട്ടിക്കാൻ പോവുകയാണ്. ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങാ വെള്ളം കളയരുത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ഒന്നുകിൽ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് വിനാഗർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പിന്നെ വേറെ സാധനം കള്ള് അതുണ്ടാക്കാനും ഈ തേങ്ങാ വെള്ളം ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സാധനവും നമ്മൾ വേസ്റ്റ് ആക്കരുത്. ഇതാണ് ഈ ലെവലിൽ നമ്മൾ തേങ്ങ ഉടച്ചെടുക്കുക. ഇപ്പോൾ 10 എണ്ണം ഉടച്ചിട്ടുണ്ട്. നമ്മളത് ചുരകി എടുക്കാൻ പോവാണ്. ചുരകണതും ശ്രദ്ധിച്ച് ചുരവണം നമ്മൾ. ഞാൻ ചുരകി കാണിക്കാം. നല്ല ചെറുതായിട്ട് സ്മൂത്തായിട്ട് ആ ചെരുവിയിൽ വരണം. പിന്നെ മെഷീനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് കൈ ഉപയോഗിച്ചിട്ട് ചിരവി എടുക്കുന്നത് മാത്രം. തേങ്ങ പൂ പോലെ വരണം. അപ്പോഴേ നമുക്ക് പാല് പിഴിയാൻ ഇതിനെ കൊണ്ട് സാധിക്കുള്ളൂ. പേർന്ന് വരികയോ ചെറിയ കഷ്ണങ്ങളായിട്ട് വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ പാല് പിഴിഞ്ഞെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഇത് ചെരുവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെല്ല്, അതായത് ചിരട്ടയോട് കോക്കനട്ട് ഷെല്ലിനോട് ചേർന്ന് നമ്മൾ എപ്പോഴും ചെരുവരുത്. കുറച്ച് തേങ്ങ ഇങ്ങനെ നിൽക്കണം. ഈ ഷെല്ല് ഇതിനകത്ത് ഈ ചിരട്ടയ്ക്കകത്ത് കാണുന്ന ഇതിലേക്ക് നമ്മുടെ ചിരവയോതോ മറ്റോ പെട്ട് കഴിഞ്ഞാൽ ഈ ചിരട്ടയും ചിരണ്ടി വരും ഇതിനകത്തുള്ള. അത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ലേശം തേങ്ങൻ്റെ ഒരു ചെറിയ പാനൽ, ചെറിയ ഒരു ലെയർ ഇതിനകത്ത് നിൽക്കുന്ന വിധത്തിൽ ആ ഫൈനലാകുന്ന സമയത്ത് നമ്മൾ അമർത്തി ചുരവാതിരിക്കുക. ചിരട്ടയിലേക്ക് ഒരിക്കലും ചിരവയുടെ മുള്ളുകൊണ്ട് അത് ചിരട്ട ചുരണ്ടി പൊടിയായി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ചിരവുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതുപോലെ ഈ ചിരവുന്ന സമയത്ത് തേങ്ങ അടർന്നു വരും. ഈ അവസാനം ആകുമ്പോൾ അടർന്നു വരും. അങ്ങനെ അടർന്ന് വരുന്നുണ്ടെങ്കിൽ അതിനെയും മാറ്റി വെക്കണം. അതൊരിക്കലും നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചിരവുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എത്രമാത്രമാണ്. നമ്മൾ നല്ല പൂ പോലെ ഇങ്ങനെ പൂമാതിരി ഉണ്ടാവണം. മുല്ലപ്പൂ തുമ്പപ്പൂ എങ്ങനെ പറിച്ച് കൂട്ടിയിട്ടാൽ എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ വേണം ഈ തേങ്ങ ചെരുവിയെടുക്കാൻ, ചെറുതായിട്ട്. അപ്പോഴേ നമുക്ക് പാല് പിഴിയാൻ ഒരു നന്നായിട്ടുണ്ടാവുള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെ വേണം. ഈ രീതിയിൽ വേണം നമ്മളത് ചെരുവിയെടുക്കാൻ. നമ്മളത് 10 തേങ്ങയുടെ തേങ്ങാപ്പൂവാണ്, തേങ്ങ ചെരുവിയെടുത്താണ്. അതിലത് ഇങ്ങനെയുള്ള പീസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിടണം. അത് നമുക്ക് ക്വാളിറ്റി വൈസ് ആയിട്ട് ഇതൊക്കെ വിഷയങ്ങളുണ്ടാവും. തേങ്ങ ഇങ്ങനെ പുറന്തോടുകൂടി ചേർന്നുള്ള ഭാഗങ്ങളൊന്നും ഇതിനകത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാം അല്ല, കഴിയുന്നതും അതൊക്കെ ശ്രദ്ധിക്കുക. അതുമാതിരി തേങ്ങയുടെ ചകിരി നാരോ അതൊക്കെ ഇതിനകത്ത് വീഴാൻ സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾ കൈയോടെ എടുത്തു മാറ്റും. ഇത് 10 തേങ്ങയുടെ തേങ്ങാ പൂവാണ്. നമ്മളതിനിപ്പോൾ പാല് പിഴിയാൻ പോവാണ്. പാല് പിഴിയാനുള്ളൊരു ചെറിയ സൂത്രം എന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ലപോലെ തിളപ്പിച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അധികം ഒഴിക്കരുത്. ഒരു 3-4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/4-3/4 ലിറ്ററോളം വെള്ളം ഇതിനൊക്കെ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കാൻ നമുക്ക് വളരെ ഈസി ആയിരിക്കും. വെള്ളം കൊണ്ട് അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, അതായത് തേങ്ങയുടെ നമുക്ക് ആ പാല് മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 1/4 ലിറ്റർ വെള്ളം ചേർത്തിയ ശേഷം നമുക്കിത് നല്ല വൃത്തിയുള്ള ഒരു നല്ല തുണി കഴുകിയെടുക്കുക. കോട്ടൺ തുണിയാണ് ബെറ്റർ. വേറെ ഏത് തുണിയും ഉപയോഗിക്കാതിരിക്കുക. കോട്ടൺ തുണി മാത്രം ഉപയോഗിച്ചുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ ഒരുപാട് ചെറിയ യന്ത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ഇത് നമ്മൾ സാധാരണ വീട്ടിൽ പിഴിയുന്ന പോലെ തുണി ഉപയോഗിച്ച് നമ്മളത് പിഴിഞ്ഞെടുക്കണം. 10 തേങ്ങയിൽ നിന്ന് നമുക്ക് എത്ര പാല് ലഭിക്കുന്നു എന്ന് നോക്കാം. എന്തായാലും ചൂടുവെള്ളം ഒഴിച്ച തേങ്ങാപ്പൂ എടുത്ത് നമ്മൾ പാല് പിഴിയാൻ തുടങ്ങുകയാണ്. ഈ പാല് പിഴിയുന്ന സമയത്ത് ഇതിൽ കൈബലമുള്ളവരൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ പാല് വരില്ല. നല്ലപോലെ മുഴുവനായിട്ട് വൃത്തിയായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിനെടുത്ത ശേഷം തീരെ നമുക്ക് ഇതിൽ സൂക്ഷിക്കാം. അതുകൊണ്ട് വേറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ പിന്നീട് പറയാം.
വീണ്ടും ഈ വരുന്ന സമയത്ത് ഉണ്ടുള്ളത് അതുമാതിരിയുള്ള പീസുകളൊക്കെ കയ്യിൽ കിട്ടിയാൽ അപ്പം തന്നെ മാറ്റിയിടുക. നമ്മളെന്തായാലും ഇത് ലൈറ്റ് പോയി തുടങ്ങണം. ഇനി നമ്മൾ അടുക്കളയിലേക്കാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ഈ 10 ലിറ്ററിൽ ഏകദേശം 1 ലിറ്റർ വെള്ളം നമ്മളിതിൽ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. പാല് പിന്നെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3-3.5 ലിറ്ററോളം 1 ലിറ്റർ വെള്ളവും ചേർത്തി 3-3.5 ലിറ്ററോളം പാല് ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മൾ പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്ന എണ്ണേൻ്റെ അടുത്ത സ്റ്റേജ്. നമ്മളതൊന്ന് ഈ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത്തിരി പൊടിയൊക്കെ വല്ലതൊക്കെ ഉള്ളതൊക്കെ നമുക്കൊന്ന് വൃത്തിയായിട്ട് അരിഞ്ഞ് കിട്ടി. ഇനി ഇതും കൊണ്ട് നേരെ അടുക്കളയിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ,